പ്രവാസ ജീവിതത്തിൽ തൊഴിൽ അവസാനിപ്പിക്കുകയോ പുതിയൊരു സ്ഥാപനത്തിലേക്ക് ചേക്കേറുകയോ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള തീരുമാനമല്ല. തൊഴിൽ കരാർ റദ്ദാക്കപ്പെടുമ്പോഴും ജോലിയിൽ നിന്ന് വിടുതൽ നേടുമ്പോഴും അർഹമായ ശമ്പളവും എൻഡ് ഓഫ് സർവീസ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുമോ എന്ന ആശങ്ക പല വിദേശ തൊഴിലാളികളിലും കാണാറുണ്ട്. എന്നാൽ കുവൈറ്റിൽ ജോലി അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങളും ബാധ്യതകളും കൃത്യമായി നിർവചിക്കുന്ന ശക്തമായ നിയമ സംവിധാനമുണ്ട്. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ അടുത്തിടെ പുറത്തിറക്കിയ നോ യുവർ റൈറ്റ്സ് എൻഡ് ഓഫ് സർവീസ് ആൻഡ് നോട്ടീസ് പീരീഡ് എന്ന ബോധവൽക്കരണ മാർഗനിർദ്ദേശം വിദേശ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. തൊഴിൽ ബന്ധം അവസാനിച്ചാലും നിയമപരമായ അവകാശങ്ങൾ ഇല്ലാതാകുന്നില്ലെന്ന സന്ദേശമാണ് അതോറിറ്റി ഇതിലൂടെ വ്യക്തമാക്കുന്നത്. കുവൈറ്റ് തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് അനിശ്ചിതകാല തൊഴിൽ കരാറുകൾ തൊഴിലുടമ അവസാനിപ്പിക്കുമ്പോൾ കൃത്യമായ നോട്ടീസ് കാലയളവ് നൽകാൻ ബാധ്യസ്ഥനാണ്. മാസശമ്പളക്കാരായ ജീവനക്കാർക്ക് കുറഞ്ഞത് 3 മാസത്തെ നോട്ടീസും ദിനബത്തയിലോ ആഴ്ചയിലോ വേതനം വാങ്ങുന്ന മറ്റു തൊഴിലാളികൾക്ക് 1 മാസത്തെ നോട്ടീസുമാണ് നൽകേണ്ടത്. നിയമത്തിൽ മറ്റ് പ്രത്യേക വ്യവസ്ഥകളൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഈ നിയമപരമായ കാലയളവ് നിർബന്ധമായും പാലിക്കണം. ഈ നോട്ടീസ് കാലയളവിൽ ജീവനക്കാരന് സാധാരണ ലഭിക്കുന്ന മുഴുവൻ ശമ്പളത്തിനും അർഹതയുണ്ട്. ഇനി തൊഴിലുടമ നോട്ടീസ് നൽകാൻ തയ്യാറാകാതിരിക്കുകയോ പെട്ടെന്ന് പിരിച്ചുവിടുകയോ ചെയ്യുകയാണെങ്കിൽ പകരം ആ കാലയളവിലെ ശമ്പളത്തിന് തുല്യമായ തുക നഷ്ടപരിഹാരമായി തൊഴിലാളിക്ക് നൽകണമെന്ന് നിയമം വ്യക്തമാക്കുന്നു. ഇത് പെട്ടെന്നുണ്ടാകുന്ന തൊഴിൽ നഷ്ടം മൂലം പ്രവാസികൾക്കുണ്ടാകാനിടയുള്ള സാമ്പത്തിക ആഘാതം കുറയ്ക്കാൻ സഹായിക്കുന്നു. നോട്ടീസ് കാലയളവ് എന്നത് വെറുമൊരു കാത്തിരിപ്പല്ല, മറിച്ച് തൊഴിൽ രഹിതനാകാതിരിക്കാനുള്ള അവസരം കൂടിയാണ്. തൊഴിലുടമ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയ കാലയളവിൽ പുതിയൊരു ജോലി കണ്ടെത്താനായി ജീവനക്കാർക്ക് ആഴ്ചയിൽ 1 ദിവസം മുഴുവനായോ അല്ലെങ്കിൽ പരമാവധി 8 മണിക്കൂർ വരെയോ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവകാശമുണ്ട്. ഈ രീതിയിൽ വിട്ടുനിൽക്കുന്ന സമയത്തെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ കമ്പനിക്ക് അവകാശമില്ല. അതായത് നിലവിലെ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ അടുത്ത തൊഴിലവസരങ്ങൾ തേടാനും അഭിമുഖങ്ങളിൽ പങ്കെടുക്കാനും കുവൈറ്റ് തൊഴിൽ നിയമം പൂർണ്ണ പരിരക്ഷ നൽകുന്നുണ്ട്. പ്രവാസി തൊഴിലാളികൾക്ക് പുതിയ വിസയിലേക്കോ കമ്പനിയിലേക്കോ മാറുമ്പോൾ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇതേറെ ഉപകരിക്കും. തൊഴിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ലഭിക്കേണ്ട എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് അഥവാ ഇൻഡെംനിറ്റി തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശമാണ്. തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 51 പ്രകാരമാണ് ഈ ആനുകൂല്യം കണക്കാക്കുന്നത്. സേവന കാലയളവും ശമ്പള രീതിയും അടിസ്ഥാനമാക്കിയാണ് ഇത് നിർണ്ണയിക്കുന്നത്. മാസാടിസ്ഥാനത്തിൽ ശമ്പളം വാങ്ങുന്നവർക്ക് ആദ്യ 5 വർഷത്തെ സേവനത്തിന് ഓരോ വർഷത്തിനും 15 ദിവസത്തെ അടിസ്ഥാന ശമ്പളവും 5 വർഷത്തിന് മുകളിലുള്ള സേവനത്തിന് ഓരോ വർഷവും 1 മാസത്തെ അതായത് 30 ദിവസത്തെ ശമ്പളവും എന്ന തോതിലാണ് ആനുകൂല്യം ലഭിക്കുക. എന്നാൽ ഇത്തരത്തിൽ ലഭിക്കുന്ന ആകെ എൻഡ് ഓഫ് സർവീസ് തുക ജീവനക്കാരന്റെ 1.5 വർഷത്തെ ശമ്പളത്തിൽ കൂടരുത് എന്ന് നിയമത്തിൽ പരിധിയുണ്ട്. കൂടാതെ അർഹതപ്പെട്ട വാർഷിക അവധികളുടെ ഉപയോഗിക്കാത്ത ബാലൻസ് തുകയും എൻഡ് ഓഫ് സർവീസ് സെറ്റിൽമെന്റിൽ തൊഴിലാളിക്ക് ലഭിക്കും. പലപ്പോഴും നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കാരണം പല പ്രവാസികളും തങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ പൂർണ്ണമായി വാങ്ങാതെയാണ് മടങ്ങുന്നത്. തൊഴിലുടമയുമായി കരാറിൽ ഒപ്പിടുമ്പോൾ തന്നെ നോട്ടീസ് കാലയളവും ശമ്പള വ്യവസ്ഥകളും കൃത്യമായി വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അവകാശ ലംഘനങ്ങളോ ഉണ്ടായാൽ കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവറിന്റെ ഔദ്യോഗിക പരാതി പരിഹാര ചാനലുകളെയോ അംഗീകൃത നിയമ വിദഗ്ധരെയോ സമീപിക്കാവുന്നതാണ്. സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞോ മറ്റോ അർഹതപ്പെട്ട ഇൻഡെംനിറ്റി തുക നൽകാൻ വിസമ്മതിച്ചാൽ ലീഗൽ നോട്ടീസ് അയക്കാനും തൊഴിൽ മന്ത്രാലയം വഴി നിയമ നടപടി സ്വീകരിക്കാനും തൊഴിലാളിക്ക് പൂർണ്ണ അവകാശമുണ്ട്. സേവനം അവസാനിക്കുന്നത് അവകാശങ്ങളുടെ അവസാനമല്ല എന്ന മാൻ പവർ അതോറിറ്റിയുടെ ഓർമ്മപ്പെടുത്തൽ പ്രവാസി സമൂഹത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. വിദേശ തൊഴിൽ വിപണിയിലെ ചൂഷണങ്ങൾ തടയാനും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം സുതാര്യമാക്കാനും ഇത്തരം നിയമപരമായ ബോധവൽക്കരണങ്ങൾ സഹായിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.